സ്വാഗതം. ഇന്ന് ഈസിയായി ചെയ്തെടുക്കാവുന്ന ഒരു 4 മണി പലഹാരവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈസി ഈവനിങ് സ്നാക്കായ ഒരു മുട്ട വട. മൈദയും മുട്ടയും മാത്രം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാം. അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കാവുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാൻ ഒരു 1/4 കിലോ മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ആവശ്യം എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, ഒരു സവാള അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും ഞാൻ എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞതാണ്. ഇത്രയും മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കാം. മൈദ മാവിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന രീതിയിൽ നമുക്കത് കുഴച്ച് മാറ്റാം. ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു തിക്നെസ്സിൽ നമുക്ക് കുഴച്ചെടുക്കാം. ഇതിപ്പം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ സവാളയിലേക്ക് ഞാൻ എടുത്ത മുട്ട ഉടച്ച് കോർന്നിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം, കരിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഓംലേറ്റിൻ്റെ ഒരു കൂട്ടാണ്. അപ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ മാവ് ചെറിയ ചെറിയ ബോളാക്കി മാറ്റാം. ഒരു പൂരിയുടെയൊക്കെ അത്ര വലുപ്പത്തിൽ നമുക്ക് അത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ബോളാക്കാം. ഇനി ഇത് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ നമുക്ക് പരത്തിയെടുക്കാം. വളരെ തിന്നായിട്ട് പരത്തിയെടുക്കണം, അധികം തിക്കാകാൻ പാടില്ല. അപ്പോൾ ഈ ഒരു ഇതിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആ കൂട്ടുണ്ടല്ലോ, ഓംലേറ്റിൻ്റെ കൂട്ട്, അത് 1-2 ടീസ്പൂൺ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 4 സൈഡും ലോക്ക് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു സൈഡ് ആദ്യം വെച്ച് ഇനി എല്ലാ സൈഡും ഇങ്ങനെ 4 സൈഡും നന്നായിട്ട് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്ത് വെച്ച് അത് അധികം നേരം വെക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ അത് എണ്ണയിലിട്ട് വറുത്ത് കോരണം. മുട്ടയാണ്, അപ്പോൾ അത് ഒലിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നന്നായി ലോക്ക് ചെയ്ത് ഇത് എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ മൈദ മാവ് പെട്ടെന്ന് കരിഞ്ഞു പോകാനും ഉള്ളിലുള്ള മുട്ട നന്നായിട്ട് വെന്ത് വരികയും ചെയ്യില്ല. അപ്പം 3-4 തവണ തിരിച്ച് മറിച്ചിട്ടിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ ഓരോന്നോരോന്നായിട്ടിട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ ഒരു ടൈം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. സിംഗിൾ കുക്കിംഗ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.